നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വളരെ പ്രാധാന്യത്തോടു കൂടി ഈ വാർത്ത എടുത്തു പറയാൻ കാരണം വരാൻ പോകുന്ന മണിക്കൂറിൽ അതിശക്തമായ മഴ തിരുവനന്തപുരത്ത് അടക്കമുള്ള കേരളത്തിലെ എല്ലാ ജില്ലകളിലും പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ IMD അടക്കമുള്ള കേന്ദ്ര കാലാവസ്ഥാ മന്ത്രാലയം പുറത്ത് വിട്ടിട്ടുണ്ട്. ഏത് നിമിഷവും അതിശക്തമായ മഴ ഉണ്ടാകാൻ പോകുന്നു. ഇടിയും മിന്നലോട് കൂടിയ മഴയ്ക്കുമാണ് സാധ്യത എന്നുള്ള മുന്നറിയിപ്പാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കുക. നമുക്കറിയാം, അടുത്ത മണിക്കൂറുകളിലൊക്കെ തന്നെ 4-ാം തീയതി ഇലക്ഷന്റെ റിസൾട്ട് വരുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ പുറത്ത് കവലകളിലൊക്കെ തന്നെ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഓട്ടോ സ്റ്റാൻഡിലും അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പുകളിലും ചായക്കടയിലും ഒക്കെ തന്നെ ചർച്ചകൾ സജീവമാണ്. മഴ അതിശക്തമായി തന്നെ വരികയാണ്. ഒപ്പം അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇടിയും മിന്നലും ഉണ്ട്. അതുകൊണ്ട് ജാഗ്രത പാലിക്കുക. എത്ര തന്നെ വാർത്തകൾ വന്നാലും ശരി, ഒരുപാട് അതിന് മഴ വന്നതിന് ശേഷം നമ്മൾ കേൾക്കുന്ന വാർത്ത ഇടിമിന്നലേറ്റ് മരണപ്പെട്ടു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അത്തരം വാർത്തകൾ ആവർത്തിക്കാതിരിക്കാൻ കൂടി വേണ്ടി ഒരു ജാഗ്രത എന്നോണം, ഒരു മുന്നറിയിപ്പ് എന്നോണമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വീണ്ടും ആവർത്തിക്കുന്നത്. കൊടും ചൂടിൽ സംസ്ഥാനത്തിന് ആശ്വാസമായി കാലാവസ്ഥാ പ്രവചനം. ഇന്ന് മുതൽ വേനൽ മഴ കൂടുതൽ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. ഇത് പ്രകാരം 5 ദിവസം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. അതേസമയം അടുത്ത 3 മണിക്കൂറിൽ 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം, ഇടുക്കി, മലപ്പുറം ജില്ലകളിലാണ് 3 മണിക്കൂറിൽ നേരത്തേക്ക് അതിശക്തമായ മഴ മുന്നറിയിപ്പ് ഉള്ളത്. ഈ ജില്ലകളിൽ ഒറ്റപ്പെടിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്. 3 മണിക്കൂറിൽ പ്രതീക്ഷിക്കാവുന്ന ദിനാന്തരീക്ഷ അവസ്ഥ. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ എറണാകുളം, ഇടുക്കി, മലപ്പുറം ജില്ലയിലാണ് ഓറഞ്ച് അലർട്ട്. അടുത്ത 3 മണിക്കൂറിൽ മാത്രമാണ് ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത്. ഒറ്റപ്പെട്ട ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ഇടത്തരം മഴയ്ക്കുമാണ് സാധ്യത. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ സാധ്യത പ്രവചനം നോക്കുകയാണെങ്കിൽ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിലും, നാളെ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി എന്നീ ജില്ലകളിലും, മറ്റന്നാൾ 4-ാം തീയതി ഇടുക്കി, പാലക്കാട് എന്നീ ജില്ലകളിലുമാണ് മഴ വരുന്നത്. 5-ാം തീയതി എറണാകുളം, തൃശൂർ, മലപ്പുറം, വയനാട് എന്നീ ജില്ലകളിലും, 6-ാം തീയതി ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, വയനാട് എന്നീ ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മധ്യ കേരളത്തിലൊക്കെയാണ് ഇപ്പോൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതെങ്കിലും തെക്കൻ കേരളത്തിലും ശക്തമായ മഴയുടെ സാധ്യത ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് ആണ് വരുന്നത്. പ്രവചനങ്ങൾ ഓരോ നിമിഷവും മാറി മറിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മാത്രമല്ല, മഴ മുന്നറിയിപ്പിൽ വീണ്ടും മാറ്റമുണ്ട്. സംസ്ഥാനത്ത് 6-ാം തീയതി വരെ വേനൽ മഴ കനക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പത്തനംതിട്ടയിലും കോട്ടയത്തും ഇടുക്കിയിലും എറണാകുളത്തും ഒക്കെ തന്നെ ആദ്യഘട്ടത്തിൽ യെല്ലോ അലർട്ട് ആയിരുന്നുവെങ്കിൽ പിന്നീട് അത് ഓറഞ്ച് അലർട്ടിലേക്ക് 3 മണിക്കൂർ നേരത്തേക്ക് മാറുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ 5-ാം തീയതി എറണാകുളത്തും തൃശ്ശൂരും മലപ്പുറം വയനാട് ജില്ലകളിലും, 6-ന് ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, വയനാട് എന്നീ ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതുവരെയുള്ള കണക്കുകളാണ്. ഇനി അത് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അടുത്ത 3 മണിക്കൂറിൽ തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും കോട്ടയത്തും ഇടുക്കിയിലും എറണാകുളത്തും തൃശ്ശൂരിലും പാലക്കാടും മലപ്പുറം ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂർ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത്. ഏപ്രിലിൽ കേരളത്തിൽ 63% മഴ കുറവാണ് അനുഭവപ്പെട്ടത്. ഏറ്റവും കുറവ് പാലക്കാടും മലപ്പുറത്തുമാണ്. കൂടുതൽ പത്തനംതിട്ട ജില്ലയിലാണ് ലഭിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് ഈ വർഷം ഏപ്രിൽ മാസത്തിൽ കനത്ത മഴ കുറവാണ് അനുഭവപ്പെട്ടത്. കാലാവസ്ഥാ വകുപ്പ് പുറത്തുവിട്ട കണക്കനുസരിച്ച് സാധാരണ ലഭിക്കേണ്ട മഴയേക്കാൾ 63% കുറവാണ് സംസ്ഥാനത്ത് ആകെ ലഭിച്ചിട്ടുള്ളത്. വേനൽച്ചൂട് കനക്കുന്ന സാഹചര്യത്തിൽ മഴയുടെ ഈ വൻ കുറവ് ജലക്ഷാമം ആശങ്കകളും ഉയർത്തിയിട്ടുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യധാര മാധ്യമങ്ങളോ അല്ലാത്ത മാധ്യമങ്ങളോ ഒന്നും തന്നെ ഈ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ മലയോര മേഖലകളിലുള്ള ഗ്രാമപ്രദേശങ്ങളിലെ നിലവിലെ അവസ്ഥ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം വെള്ളം ഒരിടത്തൊരിറ്റു തുള്ളി വെള്ളം ഇല്ലാത്തൊരവസ്ഥയാണ് പല ഇടങ്ങളിലും ഉണ്ടാകുന്നത്. ഇലക്ഷന് തൊട്ട് മുമ്പായി ഒരാഴ്ച അടുപ്പിച്ച് വെള്ളം വന്നാൽ പിന്നെ അതിനുശേഷം ഇതുവരെയും വെള്ളം വരാത്തൊരവസ്ഥയാണ് ഉണ്ടാകുന്നത്. ജില്ലകളിൽ ഏറ്റവും കുറവ് മഴ ലഭിച്ചത് പാലക്കാടാണ്. മലപ്പുറം ജില്ലയിലാണ്. ഇരു ജില്ലകളിലും ഏകദേശം 90% വരെ മഴക്കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാസർഗോഡ് 79% കുറവും, മാഹിയിൽ 70% കുറവും, തൃശ്ശൂരിൽ 80% കുറവുമാണ്, കോട്ടയത്ത്
53% എന്നിവിടങ്ങളിൽ ഗണ്യമായ കുറവാണ് രേഖപ്പെടുത്തിയത്. ഇടുക്കിയും കോഴിക്കോടും വയനാടും തിരുവനന്തപുരത്തും എറണാകുളത്തും എന്നിവിടങ്ങളിലും സാധാരണയേക്കാൾ വളരെ കുറഞ്ഞ മഴയാണ് ലഭിച്ചത്. അതേസമയം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് പത്തനംതിട്ട ജില്ലയിലാണ്. ഇവിടെ 149.1 മില്ലിമീറ്റർ മഴ ലഭിച്ചെങ്കിലും സാധാരണയേക്കാൾ 19% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൊല്ലം ജില്ലയിലും താരതമ്യേന കൂടുതൽ മഴ ലഭിച്ച ജില്ലകളിൽ ഒന്നാണ്. എങ്കിലും ഇവിടെ പോലും 66% കുറവാണ് ഉണ്ടായത്. മൊത്തത്തിൽ സംസ്ഥാനത്ത് ഒരിടത്തും സാധാരണ നിലവാരത്തിലുള്ള മഴ ലഭിച്ചിട്ടില്ലെന്നാണ് കണക്ക്. കേരളത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് രേഖപ്പെടുത്തിയ അൾട്രാവയലറ്റ് UV റേസിന്റെ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സൂര്യപ്രകാശത്തിന്റെ തീവ്രത ഉയർന്ന നിലയിൽ തുടരുകയാണ് എന്നുള്ളതാണ്. എറണാകുളം ജില്ലയിലാണ് ഏറ്റവും ഉയർന്ന UV ഇൻഡെക്സ് ഉള്ളത്. 9 ആണ് അതിന്റെ ശതമാനം വരുന്നത്. രണ്ടാമത്തെ ജില്ല വരുന്നത് കണ്ണൂർ ജില്ലയാണ്, 8 ആണ്. പാലക്കാട്, തൃശൂർ, മലപ്പുറം, കോട്ടയം, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിൽ 6, 7 എന്നതാണ് നിരക്ക്. അതേസമയം തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിൽ 4, 6 നിരക്കിൽ താരതമ്യേന കുറഞ്ഞ UV തീവ്രതയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മൊത്തത്തിൽ മധ്യ കേരളത്തിലും വടക്കൻ ചില ഭാഗങ്ങളിലുമായി UV കിരണങ്ങൾ കൂടുതൽ ശക്തമായിരിക്കുകയാണ്. ഉയർന്ന UV ഉള്ള സമയങ്ങളിൽ പുറത്തിറങ്ങുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നാണ് അധികൃതർ പറയുന്നത്. നേരിട്ട് സൂര്യപ്രകാശത്തിൽ ദീർഘനേരം നിൽക്കുന്നത് ഒഴിവാക്കുകയും കുട, സൺസ്ക്രീൻ, അതുപോലെ തന്നെ സൺഗ്ലാസ് തുടങ്ങിയ മുൻകരുതലുകൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശങ്ങളൊക്കെ തന്നെ കൃത്യമായി പാലിക്കുക. ചൂടല്ലേ, നമ്മൾ ആദ്യമായി കാണുന്നതല്ല, ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ എന്നൊക്കെ പറയുകയാണെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിച്ചു നോക്കേണ്ട കാര്യം അതികഠിനമായ ചൂടും മഴയും ഒക്കെയാണ് വരാൻ പോകുന്നത്. ഒന്ന്, അന്തരീക്ഷത്തെ ശ്രദ്ധിക്കുക, ജാഗ്രതയോടുകൂടി. You